നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ആ ദൈവം അല്ലേ ചോദിക്കാൻ പോണ ക്ലീറ്റസ് ആണ്. എന്തേ ഇവിടെ കനകം ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാന്നൊരു പ്രശ്നമുണ്ടെന്ന്. കുഴപ്പമുണ്ടാന്നാ ഇങ്ങോട്ട് വാ. എന്താടാ ഇങ്ങോട്ട് വന്നേ വാന്ന് വന്നേ അമ്മ. എന്താണ്? അതെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. നമ്മുടെ ക്ലീറ്റസ് ഇല്ലേ, അവൻ കുറെ പാർട്ടിക്കാരെയും കുടുംബശ്രീ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നമ്മുടെ ബീവറേജ് തുടങ്ങാൻ പോണ റൂമില്ലേ, അതിന്റെ മുമ്പിൽ പന്തല് കെട്ടി നിരാഹാര സമരം തുടങ്ങാൻ പോണേന്ന്. അതിനെന്താ സർക്കാരിനോടും ഇമ്മടോളം അവന്റെ കളി. അവൻ എന്താ ചെയ്യട്ടെ? അമ്മാവ ജനം മുഴുവൻ അവന്റെ പുറകെ കൂടിയിട്ടുണ്ട്. എന്ത് ഗംഭീര പ്രസംഗം നടത്തണേന്ന് അറിയാമോ? എന്ത് മനുഷ്യനാ അമ്മാവ. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവോ? ഇതിനു വേണ്ടിട്ട് അവൻ രാവിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയത്. എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ സാധനം കൈവിട്ടു പോകും. ഒരു വരുമാന മാർഗമാണ്, അത് ആലോചിക്കണം. അതെ വിഷമല്ല, കുടുംബദ്രോഹിയാണ്. അവനെ വെടിവെച്ച് കൊല്ലണം. അവൻ അങ്ങോട്ട് വരട്ടെ. അവനെ ഞാനിന്ന് വീട്ടിൽ കയറ്റില്ല. ഞാൻ എന്റെ പൊന്നമ്മാവ് ഈ കാര്യം അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്തേലും വന്ന് ഇത് കൈവിട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ നയത്തിൽ കൂടെ നിർത്താൻ നോക്ക്. അത് അവനെ സംസാരിച്ച് കൂടെ നിർത്തിയാൽ മതി. കാര്യം നടന്നു കഴിയുമ്പോൾ നമുക്ക് നിലപാട് മാറ്റാല്ല. നീ ഒരു കാര്യം ചെയ്യും, നീ വൈകിട്ടൊന്നും ഇങ്ങോട്ട് വരുമോ? ഞാൻ എപ്പോൾ വിളിച്ചാലും വരാം. ഞാനിപ്പോൾ അവൻ്റെ പ്രകടനം കണ്ടിട്ട് ആ വഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അതല്ലേ? ആ മുഴുവൻ ആളുകളും പെണ്ണുങ്ങളും അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഷാപ്പ് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് താല്പര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മാറ്റൂലേ? മാറ്റൂല. എന്നാ എത്ര സ്ഥലത്തു നിന്നാണ് സമരം കാരണം മാറ്റിവെച്ചത്? അതെ, എന്നാ നീ പിന്നെ അധികം തട്ടിക്കയറാനും നിൽക്കണ്ട. നീ വൈകിട്ട് വാ, നമുക്ക് അവനായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. നമുക്കൊരു മയത്തിന് അവനെ കൂടെ നിർത്താം. ആ കാര്യം ശരി, കൈവിട്ടു പോകരുത്. ഇല്ല നോക്കാം. ശരി. എന്തിനു പറയണല്ലേ? ഇല്ലെങ്കിൽ അണക്ക് ഈ പിടിവാശി കുറച്ച് കൂടുതലാണ്. എന്റെ പിടിവാശിയുടെ കാര്യത്തിൽ ഇവൻ എന്തൊരു മനുഷ്യനാണ്. ഇവന് ആരെങ്കിലും ചെയ്യും? ഒരു 10 രൂപ വരുമാന മാർഗം ഉണ്ടാവുന്ന സംഗതിക്ക് ഇടംകൊലിടാൻ വേണ്ടി ആരെങ്കിലും നിൽക്കും? നീ ചെയ്താടാ ശരി. ഇങ്ങനെയുള്ളവരൊന്നും 10 പൈസയുടെ സഹായം ചെയ്യരുത്. 10 പൈസ അവനെ കൊടുത്തു വരും. എന്താടാ എന്താ ക്ലീറ്റാക്കി? ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് നമ്മുടെ ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങളിലാണ്. അങ്ങനെയുള്ള നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്താൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് വില കൊടുത്തും നമ്മൾ ഇവിടെ നിന്നും തൂത്തെറിയുന്നതായിരിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ കെട്ടിടം ആരുടേതാണെന്ന്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കെട്ടിടമല്ല ഏതൊരു കെട്ടിടവും പൊളിച്ചു മാറ്റാൻ ബന്ധുത്വത്തിന് ഒരു വിലയും ഞാൻ കൊടുക്കില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സുഹൃത്തുക്കളെ. എന്തൊരു തമ്മാടിത്തരാണ് അവൻ കാണിച്ചത്. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാവും. ഇന്ന് അവൻ ആ പടികാര്യങ്ങൾ വന്നാലുണ്ടോ എന്റെ മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും. കാലത്തെ അനുഗ്രഹമായി കയറി വന്നിരിക്കുന്നു. എന്റെ കൊച്ചിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടാനാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞ കണ്ണിലും കാണും അവനെ കണ്ട. ഓ മകനെ പറ്റിയ അമ്മ രണ്ടാളും കൂടി പകരം വിട്ട് ഇറങ്ങിയിരിക്കുക. പിന്നെ ഞങ്ങൾ എന്തോ വേണം? എന്റെ ചെറുക്കന്റെ ജീവിതമാണോ തകർത്തത്? പൈസക്ക് വേണ്ടി മാത്രമാണ് ആ വൃത്തികെട്ടവൻ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അത് തന്നെ അമ്മേ, പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ക്ലീറ്റോ ചേട്ടൻ എന്ത് വൃത്തിയായിട്ടും കാണിക്കും. ഏട്ടാ ഇതിന് വിട്ടുകൊടുക്കരുത്. എവിടെ എന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട വാശിയും പിടിച്ചിരുന്നോ? ആർക്കാ നഷ്ടം? അവനെ നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നിൽക്കാ. അമ്മാവൻ എന്ത് നീ പറയണേ? പിന്നെ എല്ലാം ഇങ്ങനെ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കണോ? കാര്യം നടക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്താണ് ഞാൻ പറയണേക്ക്? നിനക്ക് അവിടെ ബീവറേജ് വരണോ വരണ്ടേ? വേണം. വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേക്ക്. അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ കൊടുക്കാന്ന് പറ. അതെങ്ങനെ? അമ്മാവൻ എന്താണ് ഈ പറയണത്? അവൻ ചോദിക്കുന്ന മുഴുവൻ അവന് കൊടുക്കാൻ നിന്നാല് ആരാടാ ഇതിന് കൊടുക്കണേ? കൊടുക്കാന്ന് പറയേ. അപ്പൊ അവൻ സമരത്തിൽ നിന്ന് പിന്മാറും. ബീവറേജ് അവിടെ വരും. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കാം. ഇതെല്ലാത്തിനേക്കാളും വലിയ പ്രശ്നമാവും. പാർട്ടിക്കാരെന്ന് ആലോചിക്കണം. എന്ത് പാർട്ടിക്കാർ? എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ തന്നെ. ഇന്നത് ചെയ്യാന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം നമുക്ക് അറിഞ്ഞൂടെ? എടാ ഞാൻ പറയണ പോലെ ചെയ്യേ, എന്നാ ബീവറേജ് അവിടെ വരും. പക്ഷെ അമ്മാവൻ പറയണ പോലെയൊക്കെ നടക്കും. അവൻ വിചാരിച്ചൊക്കെ കൂടുതൽ കൊടുക്കാന്ന് പറ. നാളെ അവനോട് വരാൻ പറ. ഓക്കെ ആണോ? ശരി. ഈ സമയത്ത് എടുത്തിയാട്ടല്ല, ബുദ്ധിയാണ് വേണ്ടത്. ബുദ്ധി.
Alien versus Alien.